അച്യുതൻ ഉരങ്ങുമാ ചേരുന്നു. അച്യുതൻ, ഇറാനിലുള്ളതാവട്ടെ ഇസ്രായേലിലുള്ളതാവട്ടെ അവിടെ സാഹചര്യങ്ങൾ അത്ര പന്തിയല്ല. സാഹചര്യങ്ങൾ കുറച്ചുകൂടി എസ്കലേറ്റ് ആവുന്നുണ്ട്. യുദ്ധം നീണ്ടു നിൽക്കാൻ ഇടയുണ്ട്. ആ സാഹചര്യത്തിൽ അവിടുത്തെ പൗരന്മാരുടെ കാര്യത്തിൽ രാജ്യത്തിന്റെ തീരുമാനം എങ്ങനെയാണ് അച്യുതൻ? ഹാഷ്മി, നിലവിലെ പശ്ചിമേഷ്യൻ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ സാഹചര്യങ്ങൾ അതിൽ ഇന്ത്യക്ക് അതിയായ ആശങ്കയുണ്ട്. കാരണം പ്രധാനമായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളിലായിരുന്നാലും ഇറാനിലായിരുന്നാലും ഇസ്രായേലിലായിരുന്നാലും നിരവധി ഇന്ത്യൻ പൗരന്മാരാണുള്ളത്. ഇറാനിൽ ഏതാണ്ട് 4000-ലധികം വരുന്ന ഇന്ത്യൻ പൗരന്മാരുണ്ട്. ഇസ്രായേലിലേക്ക് വരുമ്പോൾ അത് 26,000-ലധികം വരുന്ന ഇന്ത്യൻ പൗരന്മാരാണ് ഈ രണ്ട് രാജ്യങ്ങളിലുമായി ഉള്ളത്. അപ്പോൾ ഈ നിലവിലെ സാഹചര്യങ്ങൾ വഷളായതോടുകൂടി വ്യോമപാതകൾ അടച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വന്തം നിലയിൽ പോലും ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യത്തേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകൾ അവിടെ അടഞ്ഞ കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ പൗരന്മാരെ മടക്കിക്കൊണ്ടുവരുവാനുള്ള ദൗത്യം, അത്തരം ശ്രമങ്ങളിലേക്ക് കൂടി സാധ്യതകൾ ഇപ്പോൾ ഇന്ത്യ തേടുന്നത്. ഈ മടക്കിക്കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് ജോർദാൻ വഴിയോ അല്ലെങ്കിൽ ഈജിപ്റ്റ് വഴിയോ ഒഴിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ, അതായത് സുരക്ഷാ മാർഗങ്ങൾ നോക്കിയായിരിക്കും ഇത്തരം ശ്രമങ്ങൾ നടത്തുക. നിലവിലെ സാഹചര്യങ്ങൾ പലതും സങ്കീർണമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സാഹചര്യങ്ങൾ നോക്കി മാർഗങ്ങൾ തേടിയ ശേഷമായിരിക്കും അത്തരം സാധ്യതകളിലേക്ക് കൂടി ഇന്ത്യ കടക്കുക. നിലവിൽ എല്ലാ വശങ്ങളും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഗൾഫ് രാജ്യങ്ങളിലെ ഈ നേതാക്കളുമായെല്ലാം ഫോണിൽ സംസാരിക്കുകയും ഇന്ത്യയുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ കൂടി വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഹഷ്മി. ഓക്കെ, തെഹ്റാനിലെ ഇൻക്ലാബ് സ്ക്വയർ ആയത്തുള്ള അലി ഖമനിയുടെ രക്തസാക്ഷിത്വത്തിൽ വിലപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ആയിരങ്ങൾ ഇപ്പോൾ അണിചേരുന്നു എന്നാണ് ഇറാനിൽ നിന്ന് കിട്ടുന്ന വിവരം. അവിടെ ശ്രീനഗറിലും ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലും ഷിയ കമ്മ്യൂണിറ്റി, അവിടെ ചെറുതല്ലാത്ത വിധം ഷിയ സമൂഹമുള്ളതാണ് കാശ്മീരും ലക്നൌവിലും ഒക്കെ. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഷിയ സമൂഹം ചെറുതാണെങ്കിൽ കൂടിയുണ്ട്. അവിടങ്ങളിലൊക്കെ അവരുടെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കൂടുതൽ വൈകാരിക ബന്ധമാണ് ഷിയ സമൂഹത്തിന് അവരുടെ പരമോന്നത നേതാവിനോട്. അതുകൊണ്ട് വൈകാരികമായ പ്രതികരണങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന്, ലോകത്തുള്ള ഷിയ സമൂഹത്തിന്റെ ആത്മീയ നേതാവാണ് ആയത്തുള്ള അലി ഖമനയി. അങ്ങനെ വൈകാരികമായ പ്രതികരണം ഉണ്ടാവുന്നു. ഇറാന്റെ തന്നെ അവരുടെ ഒഫീഷ്യൽ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അവരുടെ പ്രവാചകൻ മുഹമ്മദ് കഴിഞ്ഞാൽ അലി അവരുടെ ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അലി കൊല ചെയ്യപ്പെട്ടത് ഇതുപോലൊരു പരിശുദ്ധ റമദാൻ മാസത്തിലാണ്. അതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമനി അവരുടെ പ്രിയപ്പെട്ട നേതാവ് പരിശുദ്ധ റമദാൻ മാസത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള അങ്ങേയറ്റം വൈകാരികമായ ഒരു വാർത്താക്കുറിപ്പ് തന്നെയായിരുന്നു ഇറാൻ ഇറക്കിയത്. അത്രത്തോളം വൈകാരികമായി തന്നെ ഇറാനിലെ ഷിയ സമൂഹം ആയത്തുള്ള അലി ഖമനിയുടെ കൊലപാതകത്തെ ഏറ്റെടുക്കുന്നുണ്ട്. തെരുവുകളിൽ അവർ നിറയുന്നുണ്ട്. അവരുടെ ആവശ്യം അതിന് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് ആദ്യ ആവശ്യം. പിന്നാലെ കണ്ണീരും ഒഴുകുന്നു ഇറാന്റെ തെരുവുകളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.